വയനാട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ 6 വിദ്യാർത്ഥികൾക്ക് കൂടി സസ്പെൻഷൻ. കേസിൽ അറസ്റ്റിലായ വിദ്യാർത്ഥികളെയാണ് സസ്പെൻഡ് ചെയ്തത്. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ സർവകലാശാല രജിസ്ട്രാർ ഡീനിനോട് വിശദീകരണം തേടിയിട്ടുണ്ട്. സിദ്ധാർത്ഥിന് മർദ്ദനമേറ്റ വിവരം അറിയാൻ വൈകിയതിലാണ് വിശദീകരണം തേടിയത്. സംഭവം അറിഞ്ഞിരുന്നില്ലെന്നും അറിഞ്ഞയുടൻ നടപടിയെടുത്തെന്നുമാണ് ഡീൻ ഡോക്ടർ MK നാരായണന്റെ വിശദീകരണം. പ്രതികളായ 2 SFI നേതാക്കൾ കൂടി ഇന്നലെ രാത്രി പോലീസിൽ കീഴടങ്ങിയിരുന്നു. ടി അനീസ് അലി വിവരങ്ങൾ നൽകും വയനാട് നിന്ന്. അനീസ്, ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഈ സമയവും പുറത്തു വരുന്നത്. ഇപ്പോൾ കീഴടങ്ങുകയോ അറസ്റ്റിലാവുകയോ ചെയ്ത അവിടുത്തെ SFI യൂണിറ്റ് ഭാരവാഹികൾ കൂടിയായ വിദ്യാർത്ഥികൾക്ക് ഈ സംഭവവുമായുള്ള പങ്ക് എന്താണ്? ഇനിയും ഈ സംഭവത്തിൽ കൂടുതൽ എത്ര പേർ പിടിയിലാകാനുണ്ട്? ഈ പുതിയ അന്വേഷണ സംഘത്തെയൊക്കെ നിയോഗിച്ചിട്ടുണ്ടല്ലോ, അവരുടെ അന്വേഷണം ഏതൊക്കെ വഴികളിലൂടെയാണ് നീങ്ങുന്നത് ഇപ്പോൾ? സൈഫുദ്ദീൻ, ഇപ്പോൾ പുതിയ അന്വേഷണ സംഘം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതിനിടെയാണ് ഇന്നലെ 3 വിദ്യാർത്ഥികൾ കൂടി പോലീസിൻ്റെ മുന്നിലെത്തിയിരിക്കുന്നത്. ഇന്നലെ 2 പേർ രാത്രി പോലീസിന് മുന്നിൽ കീഴടങ്ങാനെത്തി. അതിനു മുമ്പ് 2 പേർ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ടായിരുന്നു. അതിൽ ഒരാളുടെ അറസ്റ്റ് ഇന്നലെ ഉച്ചയോടുകൂടി രേഖപ്പെടുത്തി. അഖിലിൻ്റെ അറസ്റ്റാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. അദ്ദേഹത്തെ പാലക്കാട് ഒളിവിൽ കഴിയുന്നതിനിടയിലാണ് അദ്ദേഹത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഉച്ചയോടുകൂടി അദ്ദേഹത്തെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇനി 8 പേർ കൂടിയാണ് ഒളിവിൽ കഴിയുന്നത്. 8 പേരെ കൂടി പിടിയിലാകാനുണ്ട്. 12 പേരെയാണ് ആദ്യം കോളേജ് സസ്പെൻഡ് ചെയ്തിരുന്നത്. ഈ 12 പേരെ സസ്പെൻഡ് ചെയ്തതോടുകൂടി തന്നെ ഇവർ ഒളിവിൽ പോയി. പിന്നീട് 6 പേരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച 8 പേരിൽ നിന്ന് 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒളിവിൽ കഴിയുന്ന 12 പേരിൽ നിന്ന് 4 പേർ കൂടി ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലായിരിക്കുന്നത്. അതോടുകൂടി 6 പേര് നേരത്തെ അറസ്റ്റിലായവരും പിന്നീട് 4 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തവരുമായി 10 പേർ ഇപ്പോൾ പോലീസിൻ്റെ പിടിയിലുണ്ട്. ഇനി 8 പേർ കൂടി പോലീസിൻ്റെ പിടിയിലാകാനുണ്ട്. മൊത്തം 18 പേരാണ് ഇതിൽ പോലീസ് കുറ്റവാളികളായി കരുതിയിട്ടുള്ളത്. ഇനിയും അതേസമയം അന്വേഷണം മുന്നോട്ട് പോകുന്നതോടുകൂടി ഇതിൽ കൂടുതൽ പേർ പങ്കാളികളായിട്ടുള്ളത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരും. അവരെ കൂടി പ്രതി ചേർക്കുമെന്ന് പോലീസ് അറിയിക്കുന്നുണ്ട്. അതേസമയം നിലവിൽ പോലീസിൻ്റെ കണക്ക് പ്രകാരം 18 പേരാണ് കേസിലുള്ളത്. അവരെ പിടികൂടാനുള്ള ശ്രമങ്ങളിലാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. ഇന്നലെ DYSP സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഒളിവിലുള്ള ആളുകൾക്ക് വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കാൻ പോവുകയാണ് പോലീസ് എന്നാണ്. ഇത്തരത്തിൽ കാര്യമായി അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. അതിനിടയിലാണ് കോളേജിൻ്റെ ഭാഗത്തു നിന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്നും മെല്ലെപ്പോക്ക് ആരോപിച്ചുകൊണ്ട് വിവിധ വിദ്യാർത്ഥി സംഘടനകൾ സമരരംഗത്തുള്ളത്. MSFും ABVPയും ഇന്നലെ കോളേജിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. അതുപോലെ തന്നെ ABVPയുടെ അനിശ്ചിതകാല റിലേ നിരാഹാര സമരം തുടരുകയാണ്. KSUവും ഇന്നലെ മുതൽ നിരാഹാര സമരത്തിലുണ്ട്. ഇന്ന് ഈ 2 സംഘടനകളുടെയും നിരാഹാര സമരം കോളേജിന് മുന്നിൽ ഉണ്ട്. അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ച്, അതുപോലെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മാർച്ച്, BJPയുടെ മാർച്ചൊക്കെ ഇപ്പോൾ അല്പസമയത്തിനകം ഈ കോളേജിലേക്ക് വരുന്നുണ്ട്. എന്തായാലും SFI ഒഴികെയുള്ള വിദ്യാർത്ഥി സംഘടനകളൊക്കെയും ഈ വിഷയത്തിൽ സമരം ശക്തമാക്കിയിരിക്കുകയാണ്. ഗൗരവതരമായ മറ്റൊരു വിഷയം, ഇതിലിപ്പോ ഒരാൾക്കൂട്ട വിചാരണ നടന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അത് 100-ലേറെ വിദ്യാർത്ഥികൾ എന്ന് വെച്ചാൽ 130ഓളം വിദ്യാർത്ഥികളുടെ നടുവിൽ ഈ ക്യാമ്പസിന്റെ നടുമുറ്റത്ത് വെച്ചാണ് നഗ്നനാക്കി ഈ സിദ്ധാർത്ഥിനെ കെട്ടിയിട്ട് മർദ്ദിച്ചതെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ